ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് ചൈന സഹായം നൽകിയെന്ന് വെളിപ്പെടുത്തി ഇന്ത്യൻ സൈന്യം. DGMO തല ചർച്ച നടക്കുമ്പോഴും പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ഇന്ത്യൻ സംവിധാനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നുവെന്ന് കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പറഞ്ഞു. ഇതാദ്യമായാണ് വിഷയത്തിലെ ചൈനയുടെ പങ്ക് സൈന്യം വെളിപ്പെടുത്തുന്നത്. ഡൽഹിയിൽ നടന്ന ന്യൂ ഏജ് മിലിറ്ററി ടെക്നോളജി എന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയുള്ള പാക് ആക്രമണങ്ങളിൽ ചൈനയുടെ പങ്ക് കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് വെളിപ്പെടുത്തിയത്. പാകിസ്ഥാന് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ചൈന നൽകി. പാകിസ്ഥാന്റെ 81% സൈനിക ആയുധങ്ങളും ചൈനീസ് നിർമ്മിതം. സംഘർഷത്തെ ആയുധ പരീക്ഷണത്തിനായി ചൈന ഉപയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 3 എതിരാളികളുമായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം. പാകിസ്ഥാൻ മുന്നിൽ, എല്ലാ പിന്തുണയും നൽകി ചൈനയും തുർക്കിയും. Firstly, one border, 2 adversaries. So we saw Pakistan one side, but adversaries were 2, and if I would say actually 4 or 3 actually. So Pakistan was the front face. We had China providing all possible support, and it's no surprise because if you were to look at statistics, ഇനിയൊരു സംഘർഷമുണ്ടായാൽ ഇന്ത്യയിലെ ജനവാസ മേഖലയായിരിക്കും പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും കരസേന ഉപമേധാവി പറഞ്ഞു. 24 ഡൽഹി. പിൻഗാമിയെ നിയമിക്കാനുള്ള അധികാരം ദലൈലാമയ്ക്കാണെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ചൈന. ടിബറ്റൻ മതനിയമങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞു. ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വൈകാരിക വശം ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നാണ് കരുതുന്നതെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു.